എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഇന്നലെ ഞാൻ പറഞ്ഞു എൻ്റെ കണ്ണിനൊരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ആരെങ്കിലും മനസ്സിലാക്കിയായിരുന്നോ? എൻ്റെ പൊന്നു ചേട്ടൻ, ഞങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല, പിന്നീട് ചേട്ടനെക്കുറിച്ച് അല്ലേ? ഓക്കെ, അതെല്ലാം വിട്ട് കളഞ്ഞേക്ക്. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഒന്ന്, നട്ടല് നിവർത്തിയിരിക്കണം. മോനെ കുഞ്ഞേ, ഒന്ന് നട്ടല് നിവർത്തിയിരിക്കണം. 2ാമത്തെ കാര്യമാണ് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കണം കേട്ടോ. ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ തുടക്കം 2 ചോദ്യം ചോദിച്ചുകൊണ്ടാണ് തുടങ്ങിയത് കേട്ടോ. ഇന്നും ഞാൻ 2 ചോദ്യം ചോദിക്കുകയാണ് കേട്ടോ. 1ാമത്തെ ചോദ്യം ഇതാണ്: അപ്പനെയും അമ്മയും സ്നേഹിക്കുന്നവർ ഒന്ന് കൈ ഉയർത്തി പിടിക്കാവോ? ചില പിള്ളേർ മനസ്സ് ചിന്തിക്കുന്നുണ്ട്, ഈ ചേട്ടൻ എന്നാ വൃത്തികെട്ട ചോദ്യം ചോദിച്ചത്, ഞങ്ങളുടെ അപ്പനും അമ്മയും ഞങ്ങളല്ല നാട്ടുകാരും ഒന്ന് സ്നേഹിക്കുക കേട്ടോ. ഇല്ല, അങ്ങനെ ഗൗരവത്തോടെ ചിലർ കൈ ഉയർത്തുന്നു. കൈ താഴെ കേട്ടോ. എനിക്കറിയാം ഈ ചോദ്യം ഞാൻ എവിടെയെല്ലാം ചോദിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ എല്ലാ കുഞ്ഞുങ്ങളും കൈ ഉയർത്തിയിട്ടുണ്ട്. ഉറപ്പാണ്, 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 2ാമത്തെ ചോദ്യം ചോദിക്കാം. 2ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: അങ്ങനെയെങ്കിൽ ഇത്രയും നാളിനിടക്ക് നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളോട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഒന്നുപോലും വിടാതെ ഞാൻ എല്ലാ കാര്യങ്ങളും അനുസരിക്കാറുണ്ട് അല്ലെങ്കിൽ അനുസരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർ മാത്രം ഒന്ന് കൈയുയർത്തി കാണിച്ചേ. ഓ, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കേ, ആരാ എവിടെ, ഞാനില്ല അല്ലേ? ഞാൻ ആദ്യം ചോദിച്ചു, പപ്പയും അമ്മയെ സ്നേഹിക്കാറുണ്ടോ? പുളേ അല്ലേ? അനുസരിക്കാറുണ്ടോ? ഞങ്ങൾ അത്രക്കാരല്ല കേട്ടോ. ചിലരങ്ങനെയാ. മക്കളെ, ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് നമ്മുടെ അപ്പയും നമ്മുടെ അമ്മയും കേട്ടോ. ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് നമ്മുടെ അപ്പയും അമ്മയും. ഇന്നലെ തോമസ് അച്ഛനും ഇതിനെക്കുറിച്ച് കുറച്ച് പറഞ്ഞായിരുന്നു. കാരണം അറിയോ മക്കളെ, നമുക്ക് കാണാൻ പറ്റുന്ന ദൈവം, മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാൻ പറ്റുന്ന ദൈവം, നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, സങ്കടം ഉണ്ടാകുമ്പോൾ ഓടിച്ചെന്ന് ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുന്ന ദൈവം, അത് നമ്മുടെ അപ്പനും നമ്മുടെ അമ്മയുമാണ്. വേറെ ആരുമല്ല കേട്ടോ, വേറെ ആരുമല്ല. കാരണം ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ നിധിയാണ് നമ്മുടെ അപ്പനും അമ്മയും. പറഞ്ഞേ ഹല്ലേലൂയ. മക്കളെ പറ, അപ്പയ്ക്കും അമ്മയ്ക്കും വേണ്ടി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ മക്കളെ, അവരെ സ്നേഹിക്കുന്നുവെന്ന് വാക്കുകളിൽ പറഞ്ഞാൽ മാത്രം പോരാ, മറിച്ച് പ്രവൃത്തിയിൽ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം സ്നേഹം. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കൊരു വചനം നോക്കാം. വചനം ഇതാണ്, പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 27-ഉം 28-ഉം വചനമാണ്. ആരുടെയും കയ്യിലുണ്ടോ ബൈബിൾ? ഉണ്ടോ? ചെറിയ ബൈബിളല്ല, വലിയ ബൈബിൾ ഉണ്ടോ? ഓക്കെ, എടുക്കാവോ? പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം അതിൽ 27-ഉം 28-ഉം വചനമാണ്. ഇന്ന് ശ്രദ്ധിച്ച് കേട്ടേക്കണം കേട്ടോ. എടുത്തോ. അവിടെ ഇങ്ങനെ പറയുന്നത്: പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക, നൊന്ത് പെറ്റ അമ്മയെ മറക്കരുത്. മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക. നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും? കണ്ടോ? നീ അപ്പയും അമ്മയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ആൾക്കാർ ഒന്ന് വലത് കൈ ഒന്ന് ഉയർത്തിപ്പിടിക്കാവോ? മുട്ട് മടക്കാതെ നിവർത്തി നിവർത്തി നിവർത്തി, നന്നായിട്ട് നന്നായിട്ട് വലത് കൈ. എന്നിട്ട് അടുത്തിരിക്കുന്ന ഒരു 50 പേരുകൾക്ക് സ്വരമുയർത്തി ഈ വചനം ഒന്ന് പറഞ്ഞേ: പൂർണ്ണ ഹൃദയത്തോടെ, പോരെ പോരെ പോരെ, സ്വരം പോരെ കേട്ടോ. പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക, നൊന്ത് പെറ്റ അമ്മയെ മറക്കരുത്. മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക. നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും? കൈതാഴെട്ടോ കേട്ടോ. മക്കളെ, കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്: എൻ്റെ മോനെ മോളെ, നിൻ്റെ അപ്പൻ്റെ അമ്മയുടെ സ്നേഹത്തിന് നിനക്ക് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും? കേട്ടോ, പറയുക, വളരെ വ്യക്തമായിട്ട് പറയുക, പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കണം. ഞാൻ സാധാരണ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. അത് വേറെ ഒന്നുമല്ല മക്കളെ, നമ്മുടെ അപ്പൻ കൊണ്ട വെയിലാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന തണലെന്ന് പറയുന്നത്. ഇന്ന് ഞാനും നിങ്ങളും നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ, നല്ല ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ, നല്ല വസ്ത്രം അണിയുന്നുണ്ടെങ്കിൽ, നല്ല വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ടെങ്കിൽ, നല്ല ഭാവിയിലേക്ക് പതിയെ പതിയെ കൈപിടിച്ച് ഉയർത്തപ്പെടുന്നുണ്ടെങ്കിൽ, മോനെ മോളെ ഓർക്കണം കേട്ടോ, അത് നമ്മുടെ അപ്പൻ കൊണ്ട വെയിലിൻ്റെ ഫലമാണ്.
നമ്മുടെ അപ്പൻ്റെ സ്നേഹത്തിൻ്റെ ഫലമാണ്. ചിലപ്പോൾ അപ്പന് വലിയ വിദ്യാഭ്യാസമില്ലായിരിക്കാം. ചിലപ്പോൾ അപ്പൻ എപ്പോഴും നിങ്ങളോട് വഴക്കടിക്കുന്ന ശീലമായിരിക്കാം. ചിലപ്പോഴൊക്കെ നിങ്ങളെ ശാസിക്കുന്നുണ്ടാകാം, ചീത്ത വിളിക്കുന്നുണ്ടാകാം, ശപിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ ഒരു കള്ളുകുടിയനായിരിക്കാം. വീട്ടിൽ വലിയ ഉത്തരവാദിത്വമൊന്നും ചെയ്യാത്ത വ്യക്തിയായിരിക്കാം. പക്ഷെ അപ്പനില്ലേ മക്കളെ ഓർക്കണം കേട്ടോ, ദൈവം നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ നിധിയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾ അമ്മയുടെ വയറ്റിലായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അപ്പ ഇങ്ങനെ തീരുമാനം എടുക്കുക, ഈ കുഞ്ഞിനെ നമുക്കിപ്പോൾ വേണ്ട, ഒരു 2 വർഷം കഴിഞ്ഞ് മതി മക്കൾ, ഇപ്പോൾ വേണ്ട എന്ന് അവർ അന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കാനായിട്ട് നിങ്ങളുണ്ടാകത്തില്ലായിരുന്നു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. ചിലപ്പോഴൊക്കെ നമ്മൾ ചില കുഞ്ഞുങ്ങളുണ്ട് അപ്പനോട് നേരെ ചെവി സംസാരിക്കാറ് പോലില്ല, അപ്പനോട് നോക്കി ചിരിക്കാറില്ല, അവരുടെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കാറില്ല. ചിലപ്പോഴൊക്കെ വാവിട്ട വാക്ക് പറഞ്ഞു പോകും. ഉണ്ടോ? ഒരിക്കൽ എൻ്റെ വീട്ടിൽ ഏകദേശം 35 വയസ്സുള്ള ഒരു യുവാവ് കൗൺസിലിങ്ങിന് വേണ്ടി വന്നു. അപ്പോൾ ഇവൻ വന്നിട്ട് ചേട്ടാ ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാനങ്ങനെ മുതിർന്നവരെങ്ങും ഞാൻ കൗൺസിലിംഗ് ചെയ്യാറില്ല, കുട്ടികളെയൊക്കെയാണ്. പക്ഷേ ഇവൻ പറയാം ചേട്ടാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ വീട്ടിലൊരു പ്രെയർ റൂമുണ്ട്. ഞാൻ പറഞ്ഞു ആ പ്രെയർ റൂമിൽ കയറി കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചോ, എന്നിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. അവൻ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അതിന് ശേഷം ആ പ്രെയർ റൂമിലേക്ക് ചെന്നു. ഞാനൊരു കസേര വരച്ചിട്ട് ഞാനിരുന്ന് അവനിരിക്കുക. ഞാൻ ചോദിച്ചു, മോനേടാ എന്നാ പറ്റി, എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? അപ്പോൾ ഇവനെ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇവൻ പറഞ്ഞൊരു കാര്യം ഇതാ, ഞാനാ എൻ്റെ അപ്പനെ കൊന്നത്. അപ്പം ഞാൻ ഇവൻ അപ്പനെ കൊന്നത് എൻ്റെ വീട്ടിലൊക്കെ കയറി വന്നിരിക്കുന്നത്. ഞാൻ അങ്ങനെ ചിന്തിച്ചാൽ അവൻ പറയുക ഞാൻ എൻ്റെ അപ്പനെ കൊന്നത്. അപ്പം ഞാൻ ചോദിച്ചു, മോനേടാ സത്യമായിട്ടും അങ്ങനെയൊക്കെ വല്ലതൊക്കെ ആണോ, എന്താ നീ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അവൻ പിന്നെ പറയാം ഞാൻ എൻ്റെ അപ്പനെ കൊന്നത്. അപ്പം എനിക്ക് ആ കൺഫ്യൂഷനായി, കാരണം ഇവൻ എന്തായി പറയുന്നതെന്ന് അറിയില്ല. കുറച്ച് കഴിയുമ്പോൾ വേറെ എന്തൊക്കെ പറയുന്നുണ്ട്, പിന്നെയും പറയുന്നുണ്ട്. അപ്പം ഞാൻ വീണ്ടും ചോദിച്ചു, മോനെ ശരിക്കും എന്താ സംഭവിച്ചത്? അപ്പോൾ അവൻ ഇങ്ങനെ പറയുക, ചേട്ടാ ഞാൻ കാരണം എൻ്റെ അപ്പം മരിച്ചത്. അപ്പം എനിക്ക് ആശ്വാസമായി, ഇവൻ കാരണമാണ്, അപ്പം ഇവൻ കൊന്നതല്ല, വേറെ എന്തോ സംഭവം. അപ്പം ഞാൻ ഓരോ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ചേട്ടാ വേറെ ഒന്നുമല്ല ചേട്ടാ, ഒരു 2 വർഷം മുമ്പ് ഇവന് അനിയനുണ്ട്, ഇവനുണ്ട്, അപ്പനും അമ്മയും ഉണ്ട്. ഇവൻ്റെ കല്യാണം കഴിഞ്ഞു, ഒരു ചെറിയ കുട്ടിയുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങളുടെ നാട്, എൻ്റെ വീട് കൊച്ചിയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞങ്ങളുടെ നാടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, വീട്ടിൽ എന്ത് ആഘോഷം വന്നാലും അപ്പനും മക്കളും കൂടിയായിരുന്നു കുടിയെല്ലാം, കുടിവകയെല്ലാം അങ്ങനെയാണ്. അപ്പോൾ ഇവൻ പറയുകയാണ്, ഒരു 2 വർഷം മുമ്പ് ഇതുപോലെ അപ്പൻ്റെ കൂടെ ഇരുന്ന് ഇവൻ വെള്ളം ഒടിക്കുക. പനിയൻ കൂടിയില്ല, ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് വെള്ളം ഒടിക്കുക. വെള്ളം ഒടിച്ച് കുറേ കഴിഞ്ഞപ്പോൾ പൂസായി കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ചേട്ടാ പറയാൻ പാടില്ലാത്ത ഒരു വാക്ക് ഞാൻ എൻ്റെ അപ്പൻ്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു. ആ വാക്ക് അവൻ എന്നോട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾ പറയുന്നില്ല. ചേട്ടാ എനിക്കറിയാമായിരുന്നു പറയാൻ പാടില്ല, പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഓർത്ത ചേട്ടാ, പക്ഷെ വാവിട്ട് പോയി, വായിന്ന് പോയി. അവൻ പറയുകയാണ്, ചേട്ടാ അന്ന് വളരെ ദയനീയമായിട്ട് എൻ്റെ മുഖത്തേക്ക് എൻ്റെ അപ്പൻ ഇങ്ങനെ നോക്കി നിന്നു, എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഇവൻ പറയുകയാണ്, അമ്മ ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അമ്മ പൊക്കം കുറവാ, പക്ഷെ അമ്മ ഓടി വന്നിട്ട് ഇവൻ്റെ മുഖത്ത് നോക്കി ഒറ്റ അടി വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, അപ്പനോട് ഇങ്ങോട്ടാണ് സംസാരിക്കുന്നത് എന്നും പറഞ്ഞ് അമ്മയും അപ്പൻ്റെ കൂടെ അകത്തേക്ക് കയറിപ്പോയി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയുടെ കരച്ചിൽ കേട്ട് ഇവനും അനിയനും കൂടി ഓടി ചെല്ലുമ്പോൾ അപ്പൻ നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. അമ്മ കുലുക്കി പിടിച്ചോണ്ടിരിക്കുക. ഉടനെ ഇവൻ താങ്ങിയെടുത്തു. എന്നിട്ട് അനിയനോട് പറയണം വണ്ടി എടുക്കടാന്ന് പറഞ്ഞു. അനിയൻ ഓടി താക്കോലൊക്കെ എടുത്ത് വണ്ടി എടുത്തു. ഇവനും അമ്മയും കൂടി താങ്ങി അപ്പനെ വണ്ടിയിലേക്ക് കയറ്റി. ഇവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ചേട്ടാ എൻ്റെ മടിയിലാണ്, അനിയൻ വണ്ടി ഓടിക്കുക, എൻ്റെ മടിയിലാണ് എൻ്റെ അപ്പൻ കിടക്കുന്നത്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയാമോ, എൻ്റെ അപ്പൻ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല ചേട്ടാ, കാരണം അപ്പൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എൻ്റെ മനസ്സ് നിറയെ കുറ്റബോധമാണ്. പക്ഷെ അപ്പനിങ്ങനെ ദയനീയമായിട്ട് എന്നെ നോക്കിക്കൊണ്ടാ ഇങ്ങനെ ഇരിക്കുന്നത്. ഹോസ്പിറ്റലിലെത്തി ചേട്ടാ, ഹോസ്പിറ്റലിലേക്ക് അനിയൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, എന്നിട്ട് അവിടെ നിന്ന് സെക്യൂരിറ്റിയൊക്കെ എല്ലാം കൂടി വന്നിട്ട് അപ്പനെ എടുക്കാൻ നോക്കുമ്പോഴത്തേക്കും ചേട്ടാ എൻ്റെ മടിയിൽ എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് എൻ്റെ അപ്പൻ മരിച്ചു കിടക്കുകയായിരുന്നു. അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, ചേട്ടാ അന്ന് ഞാൻ ആ വാക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ച് നാൾ കൂടി ഞങ്ങളപ്പൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമായിരുന്നു. ഇന്ന് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, ഏകദേശം ഒരു ഹൈസ്കൂൾ കയറി കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരു 10ാം ക്ലാസ് എത്തിക്കഴിഞ്ഞാൽ അപ്പനും അമ്മയൊക്കെ പഴഞ്ചന്മാരാ. അപ്പനും അമ്മയുടെ വാക്കുകൾക്കൊരു പ്രാധാന്യമില്ല. മക്കളെ, ദൈവം തന്ന ഏറ്റവും വലിയ അത്ഭുതം അത് നമ്മുടെ അപ്പനും. ഞാൻ കുഞ്ഞുങ്ങൾ പറയും, ഏറ്റവും വലിയ അത്ഭുതമാണ് നമ്മളെ സംബന്ധിച്ച്, ഏറ്റവും വലിയ അത്ഭുതമാണ് നമ്മുടെ അപ്പനും നമ്മുടെ അമ്മയും എന്ന് പറയുന്നത്.
നമ്മൾ പറയുന്ന ചില വാക്കുകളൊക്കെ ചിലപ്പോൾ ചങ്ക് പിളർന്ന് പോകുന്നുണ്ടാകും. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മുമ്പിലിരുന്ന് നിങ്ങൾ അപ്പം കരയുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? വാ തുറക്കൂ. കണ്ടിട്ടുണ്ടോ? അപ്പം കരയത്തില്ല. അപ്പൻ കരയുന്നില്ല എന്ന് വിചാരിച്ച് അതിനർത്ഥം അപ്പന് സങ്കടമില്ലെന്നല്ല. മക്കളെ, അമ്മ നമ്മളെങ്ങനെയെല്ലാം വേദനിപ്പിച്ചാലും ചിലപ്പോൾ അമ്മ കരഞ്ഞു കഴിയുമ്പോൾ അമ്മയുടെ സങ്കടമൊക്കെ മാറും. അമ്മ ഇന്ന് കരയും ചെയ്യും, പക്ഷെ അപ്പൻ കരയത്തില്ല. അപ്പൻ അതെല്ലാം ചങ്കത്ത് വെച്ചുകൊണ്ട് നടക്കും. അതുകൊണ്ടാണ് ഇന്ന് ഈ ഭൂമിയിൽ ഏറ്റവും അധികം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നത് മക്കളെ ഈ ഭൂമിയിൽ പുരുഷന്മാരാ കൂടുതൽ, അപ്പന്മാരാ. കണറിയോ? ഈ കിട്ടുന്ന സകല വേദനകളും ഇങ്ങനെ ചങ്കത്ത് വെച്ച് പുറമേ കാണിക്കാതെ എല്ലാം ഇങ്ങനെ വെച്ച് അവസാനം ഒരു നിമിഷം ഇത് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ചങ്ക് പൊട്ടി മരിക്കുകയും ചെയ്യും. മക്കളെ, അന്ന് അപ്പം മരിച്ചു കിടക്കുമ്പോൾ ചുറ്റുവിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ജീവിച്ചിരിക്കുമ്പോൾ ആ അപ്പനെ ഒന്ന് സ്നേഹിക്കാനായിട്ട്, ആ അപ്പനെ ഒന്ന് മനസ്സിലാക്കാനായിട്ട്, അപ്പൻ്റെ കൂടെ ഇരിക്കുവാനായിട്ട് നമ്മളൊന്ന് ശ്രമിക്കണം കേട്ടോ. പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയാ. ജീവനോട് പറ ഹല്ലേലൂയാ. പോരാ, നന്നായിട്ട് പറ ഹല്ലേലൂയാ. മക്കളെ, അതുപോലെ തന്നെ പറയുക, നൊന്ത് പെറ്റ അമ്മയെ മറക്കരുത്. വൈദ്യശാസ്ത്രം പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഭൂമിയിൽ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഒരമ്മയുടെ പ്രസവ വേദന എന്നാണ് പറയുന്നത്. വൈദ്യശാസ്ത്രം പറയുക. അതായത് ഞാൻ ഒരു ചെറിയ കുട്ടി ആയിക്കോട്ടെ, മുതിർന്ന ഒരാളായിക്കോട്ടെ, ആരോഗ്യം കുറഞ്ഞൊരു വ്യക്തി ആയിക്കോട്ടെ, ആരോഗ്യമുള്ള ഒരാളായിക്കോട്ടെ, പക്ഷേ നമ്മുടെ ശരീരത്തിന് സഹിക്കാൻ പറ്റുന്ന ഒരളവ് വേദനയുണ്ട്. അതെങ്ങനെയാണെന്നാണ് പറഞ്ഞത്? 20ഓളം അസ്ഥികളൊടിയുന്ന വേദനയാണ്. അതായത് 45 ഡൽ യൂണിറ്റ് വേദന. അതൊരളവാണ്. അത്രയും അളവ് വേദന സഹിക്കാനുള്ള കപ്പാസിറ്റിയെ നമ്മുടെ ശരീരത്തിനുള്ളൂ, എത്ര ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞാലും. പക്ഷേ വൈദ്യശാസ്ത്രം പറയുകയാണ്, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് ഈ ഭൂമിയിലേക്ക് ഇടുമ്പോൾ ആ അമ്മ അനുഭവിക്കുന്ന പ്രസവ വേദന എന്ന് പറയുന്നത് 57 ഡൽ യൂണിറ്റ് വേദനയാണ്. അതായത് ഒരു മനുഷ്യ ശരീരത്തിൽ 20 അസ്ഥികൾ ഒരേ സമയം ഒടിയുമ്പോൾ ഉണ്ടാകുന്ന അത്രയും വേദനയാണ് ഒരമ്മ പ്രസവിക്കുന്ന സമയത്ത്, ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് ഒറ്റ സെക്കൻഡിൽ അനുഭവിച്ച് തീർക്കുന്നത്. 20ഓളം അസ്ഥികൾ ഒടിയുന്ന വേദന. പറഞ്ഞേ ഹല്ലേലൂയാ. പറ മക്കളെ ഹല്ലേലൂയാ. കണ്ടോ? ആ അമ്മയോടാണ് ചിലപ്പോഴൊക്കെ നമ്മൾ ചില വാവിട്ട വാക്കുകൾ പറയും, ദേഷ്യപ്പെടും. ഒരു 3 ചോദ്യം ചോദിക്കാം. എല്ലാവരും ഒന്ന് കണ്ണടച്ച് പിടിച്ചേ. ഒന്ന് കണ്ണടച്ച്, കണ്ണ് തുറക്കാൻ പാടില്ല കേട്ടോ. കണ്ണടച്ച്, എല്ലാവരും കണ്ണടച്ച് കൈ ഉയർത്തി ഉത്തരം തരണം. മോനെ കണ്ണടച്ച് പിടിച്ച്. അടുത്താര ബാലൻ കണ്ണടച്ച് പിടിച്ച് സത്യസന്ധമായിട്ട് കൈ ഉയർത്തി ഉത്തരം തന്നു കേട്ടോ. നിങ്ങൾ ആരെയും നോക്കണ്ട, കാരണം ഇത് നിങ്ങളിലേക്ക് തന്നെയുള്ള തിരിഞ്ഞു നോട്ടമാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, എന്നെങ്കിലും നിങ്ങൾ കാരണം നിങ്ങളുടെ മുൻപിലിരുന്ന, നിങ്ങളുടെ സംസാരം കേട്ടിട്ട്, നിങ്ങളുടെ പ്രവൃത്തി കണ്ടിട്ട്, തല്ല് പിടിക്കുന്ന സ്വഭാവം കണ്ടിട്ട് നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങളുടെ അമ്മ കരയുന്നത് അല്ലെങ്കിൽ അമ്മയുടെ കണ്ണ് നിറയുന്നത് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് ഒന്ന് കൈവത്തി കാണിക്കാവൂ. നന്നായിട്ട് കൈവത്തി കാണിക്കണം. കണ്ണ് തുറക്കുന്നില്ല. കണ്ണടച്ച് പിടിക്കുക. ഓക്കെ, കൈ താഴെ ഇടാം കേട്ടോ. രണ്ടാമത്തെ ചോദ്യമാണ്, കണ്ണ് തുറക്കുന്നില്ല. രണ്ടാമത്തെ കാര്യമാണ്, എന്നെങ്കിലും പപ്പയുടെ മമ്മിയുടെ വാശി കാണിച്ചിട്ട് ദേഷ്യം വന്നപ്പോൾ ഭക്ഷണം കഴിക്കാതെ കിടന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒന്ന് കൈവത്തി കാണിച്ചേ. അപ്പയുടെ അമ്മയുടെയൊക്കെ ദേഷ്യം വന്നപ്പോൾ വാശി കാണിച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ കിടന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഓക്കെ, കൈ താഴെ ഇടാം. മൂന്നാമത്തെ ചോദ്യം കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. എന്നെങ്കിലും പപ്പയും അമ്മയും ജയിക്കാൻ വേണ്ടിയിട്ട്, അവരൊന്ന് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചത്തുകളയും എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവത്തി കാണിക്കാവൂ. ഓക്കെ, കൈ താഴെ ഇടാം. ഓക്കെ, കണ്ണ് തുറന്നേ. മക്കളെ, ഇന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയാം. ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. മരിച്ച വിശ്വാസികളുടെ പ്രാർത്ഥന ചൊല്ലണോ? ഹലോ, ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ചെയ്യോ മക്കളെ. ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമതൊരു കാര്യം ഇതാണ് മക്കളെ, നിങ്ങൾ ഫ്രീ ആകുന്ന സമയത്ത് ഉറങ്ങുന്ന മുമ്പ് നിങ്ങൾ നിങ്ങളുടെ അപ്പയും അമ്മയും ഒന്ന് കെട്ടിപ്പിടിക്കണം. വലിഞ്ഞു മുറുക്കി കളയരുത്.
കേട്ടോ. രണ്ടാമതൊരു കാര്യമാണ്, മക്കൾ അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് നിങ്ങളുടെ അപ്പയുടെ അമ്മയുടെയും രണ്ട് കവിളിലും ഒരു ഉമ്മ കൊടുക്കണം. ആപ്പിളാണെന്ന് പറഞ്ഞ് കടിച്ചു പറിച്ചെടുക്കരുത് കേട്ടോ. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ്, മക്കളെ ഇപ്പോൾ കൈ ഉയർത്തിയ കുറേ ആൾക്കാരില്ലേ, മക്കളെ ഇന്ന് നിങ്ങൾ അവരോട് സോറി പറഞ്ഞിട്ടേ കിടന്നുറങ്ങാവൂ. ഇന്ന് നിങ്ങൾ ഉറങ്ങുന്ന മുമ്പ് നിങ്ങൾ ഈ കൈ ഉയർത്തിയ എത്ര പേരുണ്ടോ, ഇനി കൈ ഉയർത്താൻ ചമ്മൽ തോന്നിയവരുണ്ടാകാം, പക്ഷെ മക്കളെ ഓർക്കുക, നിങ്ങൾ സോറി പറഞ്ഞിട്ട് ഇന്ന് കിടന്നുറങ്ങാവൂ കേട്ടോ. ചില വാക്കുകൾ, ചില പ്രവൃത്തികൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ മക്കളെ. നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഇവിടെ അമ്മയുടെ ഉദരത്തിൽ രൂപം പ്രാപിച്ച ആ നിമിഷം മുതൽ 9 മാസവും 9 ദിവസവും അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിലായിരുന്നു. അമ്മയെ തന്നെ ഭക്ഷിച്ചുകൊണ്ട് ജീവിതം ആരംഭിച്ചവരാ നമ്മളെല്ലാവരും. അമ്മയെ തന്നെ ഭക്ഷിച്ചുകൊണ്ട് ജീവിതം ആരംഭിച്ചവരാ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ആ അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആ അമ്മയോട് പറയുന്ന വാക്കും ഇത് തന്നെയാ, വേണ്ട, ചോറ് വേണ്ട, ഒരു വഴക്കുണ്ടായാൽ മതി, വാശി കാണിക്കുക, എനിക്ക് വേണ്ട. ഇപ്പോൾ അമ്മ വന്ന് കാല് പിടിക്കും, മോളെ വാ വാ, വേണ്ടെന്നല്ലേ പറഞ്ഞേ. കണ്ടോ? ഓർക്കണം കേട്ടോ മക്കളെ. ചിലപ്പോൾ നമ്മൾ അമ്മയോട് പറയുന്ന ചില വാക്കുകൾ. ഞാൻ ഒരു ധ്യാനാനുഭവം പറയാം. ഇപ്പം ഞാൻ ഏകദേശം ഒരു 10-20 വർഷമായിട്ട് ഞാൻ ഈ മാതാപിതാക്കന്മാരുടെ സ്നേഹത്തെക്കുറിച്ചൊക്കെ ഞാൻ ക്ലാസ് എടുക്കുന്നത്. മോനോട് നേരെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞ്, കുഞ്ഞെ മോനെ നേരെ ഇരുന്നോളാ, കുഴപ്പമില്ല കേട്ടോ, ഓക്കെ. അപ്പോൾ ഞാനിതുപോലെ ഈ 20 വർഷത്തോളം ഈ ഒരു ക്ലാസ് ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ അന്ന് ഇതുപോലെ മാതാപിതാക്കന്മാരുടെ സ്നേഹത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ക്ലാസ് എടുക്കുക. ക്ലാസ് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി ഓടി എൻ്റെ അരികിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ സമയമുണ്ടോ കുറച്ചൊന്ന് സംസാരിക്കാനായിട്ട്? അപ്പം ഞാൻ പറഞ്ഞു, മോളെ കൗൺസിലിംഗ് നാളെ ഇവിടെ ആളുണ്ട്. ഇല്ല, ഒരു കാര്യം സംസാരിക്കാനാണ്. അങ്ങനെ അവൾ വന്നിരുന്നു. അപ്പോൾ ഇതുപോലെ ഞാൻ സംസാരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോൾ മുതൽ ഇവൾ കരയാൻ തുടങ്ങി. എന്താണെന്നറിയത്തില്ല, ഇവൾ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട്, മോളെ എന്നാ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷെ ഇവൾ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നാൾ ഇവളിങ്ങനെ കരഞ്ഞോട്ടെ, കുഴപ്പമില്ല, കരച്ചിൽ മാറിക്കോട്ടെ. കുറേ നേരം കഴിഞ്ഞ് ഇവളിങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക. അവസാനം ഞാൻ ഇവളോട് ചോദിച്ചു, മോളെ എന്നാ പറ്റി, എന്തിനാ നീ കരയുന്നേ? അപ്പോൾ അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കി, എന്നിട്ട് പറഞ്ഞു, ചേട്ടാ എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. ഞാൻ പറഞ്ഞു, വൃത്തി കെട്ടവളെ. ഞാൻ വിചാരിച്ചു വേറെ എന്ത് വലിയ സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് ഞാനിരിക്കുന്നത്, വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. അത് +2 പഠിക്കുന്ന 17 വയസ്സുള്ള ഒരു പെൺകുട്ടി പട്ടി മോങ്ങുന്ന പോലെ മോങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, നാണല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോളെ ഇത് ധ്യാനത്തിൻ്റെ 2ാമത്തെ ദിവസമാണ്, അതേ നാളെ 3ാമത്തെ ദിവസം, നാളെ വൈകുന്നേരം 4 മണിക്ക് ധ്യാനം കഴിയും, അപ്പോൾ വീട്ടിൽ പോകാം, അല്ലാതെ ഇന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ അവൾ പറയുക, പറ്റില്ല, എനിക്ക് ഇപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ പോകണം. പക്ഷെ അവൾക്കറിയത്തില്ലായിരുന്നു വാശിയുടെ കാര്യത്തിൽ അവളുടെ അപ്പൂപ്പനായിട്ട് വരും ഞാനെന്ന്. എന്നോട് അവൾ വാശി കാണിക്കുക, എനിക്ക് ഇപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ പോകണം. ഞാൻ പറഞ്ഞു, പോകാൻ പറ്റത്തില്ല. അവൾ പിന്നെ പറയും, എനിക്ക് പോകണമെന്നല്ലേ പറഞ്ഞേ. ഞാൻ പറഞ്ഞു, പോകാൻ പറ്റത്തില്ലെന്നല്ലേ ഞാൻ പറഞ്ഞേ. അവൾ പിന്നെയും കുറച്ച് നേരം പിണ്ടായിരുന്നു. എന്നിട്ട് പിന്നെയും പറയുക, എനിക്ക് ഇപ്പോൾ തന്നെ വീട്ടിൽ പോകണം. ഞാൻ പറഞ്ഞു, വിടാൻ മാട്ടെ. അവൾ പിന്നെ അങ്ങനെ തന്നെ ഇരിക്കുക. അപ്പം ഞാൻ പറയും, എന്ത് വന്നാലും ഈ ധ്യാനം കഴിയാതെ നിന്നെ വിടത്തില്ല. കുറേ നേരം പിന്നെ ഇരിക്കുക, ഞാനും ഇരിക്കുക, ഇങ്ങനെ കട്ടക്ക് നിൽക്കുക, കലിപ്പായിട്ട് ഇരിക്കുക. കുറേ നേരം കഴിച്ചിട്ട് പിന്നെ എൻ്റെ മുഖത്തേക്ക് നോക്കി എന്ന് പറഞ്ഞു, ചേട്ടാ പ്ലീസ് ചേട്ടാ, എനിക്ക് ഇന്ന് തന്നെ എൻ്റെ വീട്ടിൽ പോകണം ചേട്ടാ. എന്നിട്ട് അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തു, ചേട്ടാ വേറെ ഒന്നുമല്ല ചേട്ടാ, ഇന്ന് തന്നെ എൻ്റെ അമ്മയോടൊന്ന് സോറി പറയണം, അതുകൊണ്ടാണ് ചേട്ടാ. അപ്പം എനിക്ക് മനസ്സിലായി എന്താ സംഭവം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം ഞാൻ ചോദിച്ചു, മോളെ നീ എന്തിനാണ് നീ അമ്മയോട് സോറി പറയുന്നത്? അപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ചേട്ടാ ഇന്നലെ ഞാൻ വീട്ടിൽ നിന്ന് ധ്യാനത്തിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് പോലും ഞാൻ അമ്മയോട് വഴക്കുണ്ടാക്കിയിട്ട് അടിയുണ്ടാക്കിയിട്ട് ഇറങ്ങിയത്. അപ്പം ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? അപ്പോൾ പറയുക, അമ്മ എന്തോ കാര്യം പറഞ്ഞു, അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല, അവൾ തിരിച്ചങ്ങോട്ട് പറഞ്ഞു. ചില പെൺപിള്ളേരുടെ സുക്കടാത് അല്ലേ, അമ്മ 1 പറയും, മകൾ 12 അങ്ങോട്ട് പറയും അല്ലേ. പറഞ്ഞാൽ ഞങ്ങൾ ആൺകുട്ടികൾ അതിനൊക്കെ ആണോ? ഞങ്ങൾ ആൺകുട്ടികൾ ഡീസൻ്റാ കേട്ടോ. ഞങ്ങൾ ആൺകുട്ടികൾ ഡീസൻ്റാണെന്ന് പറയാൻ കാരണം എന്നറിയോ, ഞങ്ങൾ അമ്മയുടെ അങ്ങോട്ട് തർക്കത്തിനൊന്നും പറയത്തില്ല. പറയടാവേ, പറയത്തില്ല. കാരണം എന്നറിയോ, അമ്മ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി ഞങ്ങളെ വിളിക്കും, മോനേടാ ഇങ്ങോട്ട് വന്നേ. ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടേ പോകത്തുള്ളൂ, പിന്നെ എന്ത് പറയാനല്ലേ. പക്ഷെ പെമ്പിള്ളേർ അങ്ങനെയല്ല. അമ്മ എന്തെങ്കിലും കാര്യം പറഞ്ഞു, അവൾക്കത് ഇഷ്ടപ്പെടും, ഇങ്ങനെ പറഞ്ഞു അവസാനം അമ്മയുടെ നിന്ന് പ്രൈസ് ദ ലോർഡ്, സന്തോഷമാകും. എന്താ എരന്ന് വാങ്ങുകയെന്ന് പറയുന്നതിന് ഉണ്ടോ മക്കളെ? അപ്പോൾ ഇവള് പറയുകയാണ്, ഇവളിതുപോലെ അമ്മയോട് അങ്ങനെ തർക്കത്തിനും പറഞ്ഞുകൊണ്ടിരിക്കുക. കുറേ കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ദേഷ്യമെല്ലാം വായിക്കഴിഞ്ഞു. അമ്മ ഒരൊറ്റ അടി വെച്ച് കൊടുത്തു.
അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ചേട്ടാ, അമ്മ ആദ്യമായിട്ട് 17 വയസ്സിനിടയിൽ ആദ്യമായിട്ട് എൻ്റെ മുഖത്തോട്ട് അമ്മ തല്ലിയത്. ആ സമയത്ത് ഞാൻ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ഞാനൊരു ഡയലോഗ് പറഞ്ഞു. അവളെങ്ങനെ പറഞ്ഞു? ഞാനൊരു ഡയലോഗ് പറഞ്ഞു. അത് കേട്ടതും എൻ്റെ മുമ്പിലിരുന്ന് എൻ്റെ അമ്മ കരയുന്നത് കണ്ടു. ഞാൻ മൈൻഡ് ചെയ്തില്ല. കുറേ കഴിഞ്ഞപ്പോൾ കൂട്ടുകാർ വന്ന് ധ്യാനത്തിന് പോകാൻ വേണ്ടി വന്ന് വിളിച്ചു. പാക്ക് ചെയ്തിരിക്കുന്ന ബാഗും എടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. വരാന്തയിൽ അമ്മ നിൽപ്പുണ്ടായിരുന്നു. മിണ്ടിയില്ല. ഞാൻ കൂട്ടുകാരുടെ കൂടെ സന്തോഷിച്ചുല്ലസിച്ച് ഞാൻ പോന്നു. അപ്പം ഞാൻ ചോദിച്ചു, മോളെ നീ എന്ത് ഡയലോഗാ നിൻ്റെ അമ്മയോട് പറഞ്ഞേ? അപ്പോൾ അവൾ പറയുക, എനിക്ക് സങ്കടം വന്നിട്ട് പറഞ്ഞേ ചേട്ടാ. ഞാൻ പറഞ്ഞു, ശരി, അമ്മ തല്ലിക്കഴിഞ്ഞപ്പോൾ സങ്കടം ഉണ്ടായിക്കാണല്ലോ, അതുകൊണ്ടായിരിക്കും. പക്ഷേ എന്താ നീ പറഞ്ഞേ? അപ്പോൾ അവൾ പറയുക, എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരിയാ, സങ്കടം ഉണ്ടായിക്കാണും, ദേഷ്യം ഉണ്ടായിക്കാണും, അതുകൊണ്ടാണ് നീ പറഞ്ഞ. പറ, എന്താ പറഞ്ഞേ? അപ്പോൾ അവൾ പറയുക, വേറെ ഒന്നുമില്ല ചേട്ടാ. അവൾ പറയുകയാണ്, അമ്മ ഇങ്ങനെ തല്ലിക്കഴിഞ്ഞപ്പോൾ സങ്കടവും ദേഷ്യം എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഒന്ന് മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറയാം, തള്ളേ, നിങ്ങൾ മരിച്ച് സെമിത്തേരിയിലേക്ക് എടുത്താൽ പോലും എൻ്റെ കണ്ണിൽ നിന്ന് ഒരൊറ്റ കണ്ണുനീര് വീഴത്തില്ല. അത്രയ്ക്ക് വെറുപ്പാ എനിക്ക് നിങ്ങളോട്. കണ്ടോ, 17 വയസ്സുള്ള ഒരു പെൺകുട്ടി അമ്മ ഒന്ന് തല്ലിയതിൻ്റെ പേരിൽ, വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ അമ്മയോട് പറയുക, നിങ്ങൾ മരിച്ചാൽ പോലും ഞാൻ കരയത്തില്ല, എനിക്ക് നിങ്ങളോട് വെറുപ്പാ. മക്കളെ, ദൈവം തന്ന ഏറ്റവും വലിയ അത്ഭുതം അത് നമ്മുടെ അപ്പനും അമ്മയുമാണ്. ഞാൻ എൻ്റെ വീട് കൊച്ചിയിൽ ചെല്ലാനം എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ചെല്ലാനം അതായത് കടലോര പ്രദേശമാണ്. നിങ്ങൾ ഈ മഴക്കാലത്തൊക്കെ നിങ്ങൾ പത്രമാധ്യമങ്ങളൊക്കെ കണ്ടു കാണാൻ സാധ്യതയുണ്ട് അല്ലേ? ചെല്ലാനത്ത് കടലാക്രമണം എപ്പോഴും പത്രമാധ്യമങ്ങളൊക്കെ നിറയുന്നതാണ്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ മക്കളെ. ഈ എൻ്റെ അപ്പ മത്സ്യത്തൊഴിലാളിയാണ്, കടലിൽ ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ അറിയാൻ പറ്റും. അതായത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഏറ്റവും റിസ്ക് പിടിച്ച ജോലിയാണ് മത്സ്യബന്ധനം എന്ന് പറയുന്നത്. അതായത് ചിലപ്പോൾ വെളുപ്പിന് 1 മണിക്ക് അല്ലെങ്കിൽ 2 മണിക്കൊക്കെയാണ് കൂരാക്കൂരുട്ടില്ല കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. അപ്പോൾ അപ്പയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ 50 അടി താഴ്ചയുള്ള ഇടങ്ങളിലേക്കാണ് ചെല്ലുന്നത്. ഇതിൽ പോകുന്ന 99% പേർക്ക് നീന്തൽ അറിയത്തുണ്ടാകില്ല. പക്ഷെ എങ്കിലും ധൈര്യത്തോടെ പോവുകയാണ്. എൻ്റെ അപ്പ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, ക്യാൻസർ വന്ന്, ബോൺ ക്യാൻസർ വന്ന് അപ്പ മരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പ കിടപ്പ് രോഗിയാകുന്നവരെ അപ്പൻ ജോലിക്ക് പോയിട്ടുണ്ട്. ഞാൻ ഇന്നും ഓർക്കുന്ന പണ്ടത്തെ ഒരു സംഭവമാണ്. ഒരിക്കൽ ഞാൻ വെളുപ്പിന് എഴുന്നേറ്റിട്ട് ടോയ്ലറ്റ് പോകാൻ വേണ്ടി എഴുന്നേറ്റതാണ്. ടോയ്ലറ്റ് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ അടുക്കളയിൽ ആരോ സംസാരിക്കുന്നത് കേട്ടു. അപ്പം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അപ്പയും അമ്മയാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ ചായ ഇങ്ങനെ തണുപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പനെ കൊടുക്കാൻ വേണ്ടി. അപ്പൻ കടലിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അമ്മ എന്തോ പറഞ്ഞ് അമ്മയിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ, വെളുപ്പാങ്കാലത്ത് തന്നെ 2 പേരും കൂടി അടിയുണ്ടാക്കിയ. അപ്പം ഞാൻ അമ്മ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു. അപ്പോൾ അമ്മ പറയുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങളിന്ന് പോകണ്ട, കാരണം ഡോക്ടർ പറഞ്ഞിട്ടില്ല റെസ്റ്റ് എടുക്കണമെന്ന്, പോകണ്ട നിങ്ങൾ. ഇത് പറഞ്ഞിട്ടാ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, പോകണ്ടെന്ന് പറഞ്ഞിട്ടാ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അന്ന് ആ വെളുപ്പാങ്കാലത്ത് അപ്പൻ്റെ നാവിൽ നിന്നും കേട്ട അപ്പൻ പറഞ്ഞ ആ മറുപടിയുണ്ട്. അപ്പൻ ഇങ്ങനെയാണ് പറഞ്ഞത്, അതെ, കടലിലെ വേലയാ, എപ്പോഴാ മീൻ കയറുന്നതെന്ന് അറിയത്തില്ല. ഇന്ന് ഞാൻ പോയില്ല എങ്കിൽ ഇവിടെ വള്ളത്തിന് മീൻ കയറിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ വീടുകളിലും സന്തോഷമായിരിക്കും. പക്ഷേ ഞാൻ പോയില്ലെങ്കിൽ നമ്മുടെ വീട് മാത്രം പട്ടിണിയായി പോകും, നമ്മുടെ മക്കൾ മാത്രം പട്ടിണിയായി പോകും. അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. കണ്ടോ, ഇന്ന് ഏത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും മക്കൾക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരപ്പനെ കാണാൻ പറ്റും. പക്ഷെ ഇന്ന് പല മക്കളും അത് തിരിച്ചറിയാറില്ല. നോട്ട് തരുന്ന യന്ത്രമായിട്ടാണ് അപ്പനെ കാണുന്ന ചില കുഞ്ഞുങ്ങൾ. ആ നിന്ന് കഴിഞ്ഞാൽ സ്നേഹമില്ല, ഒരു കാര്യത്തോട് നോ പറഞ്ഞാൽ സ്നേഹമില്ല, തർക്കത്തിലുമായി, ദേഷ്യമായി, വെറുപ്പായി, കൊള്ളാത്തവനായി. മക്കളെ തിരിച്ചറിയണം കേട്ടോ. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് എല്ലാവരും നിവർന്നിരിക്കാം. നിങ്ങൾ 2 കൈകളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ കാലുകളൊക്കെ അടുപ്പിച്ച് വെച്ചേ. ഈ അടുത്ത വീട്ടിലെ പറമ്പിൽ നിന്നൊക്കെ കാലെടുത്ത് സ്വന്തം പറമ്പിലേക്ക് വെക്ക്. കാലിങ്ങനെ നീട്ടി അങ്ങനെ ഇട്ടൊക്കെ എല്ലാവരും കണ്ണുകളടച്ച്. മക്കളെ, നിങ്ങൾ അപ്പൻ്റെ അമ്മയുടെയും മുഖം മാത്രം ഒന്ന് മനസ്സിൽ കണ്ടേ. അപ്പൻ്റെ അമ്മയുടെ മുഖം മാത്രം ഒന്ന് മനസ്സിൽ കണ്ടേ മക്കളെ. എല്ലാവരും വേറെ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കരുത്. ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലൊക്കെ പപ്പയോ മമ്മിയോ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ കുഞ്ഞുങ്ങളെ. ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും കുഞ്ഞുങ്ങളുടെ പപ്പയും അമ്മയൊക്കെ വേർപിരിഞ്ഞ് ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്ക്, കർത്താവ് ഇടപെടും. ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലൊക്കെ കുഞ്ഞുങ്ങൾ പപ്പയും മമ്മിയും തമ്മിൽ എന്നും വീട്ടിൽ അടിയാണെങ്കിൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കുക,
കർത്താവിൻ്റെ അത്ഭുതം കാണാൻ സാധിക്കും. മക്കളെ, എനിക്ക് നിങ്ങളെ അപ്പനമ്മയെ അറിയത്തില്ല, പക്ഷെ നിങ്ങൾക്കറിയാം. എത്രയോ വർഷമായി നിങ്ങൾ അവരുടെ കൂടെ ജീവിക്കുക. ചിലപ്പോൾ ഒത്തിരി വർഷങ്ങളായിട്ട് രോഗാവസ്ഥയിൽ ജീവിക്കുന്ന പപ്പയോ മമ്മിയോ വീട്ടിലുള്ള കുഞ്ഞുങ്ങളുണ്ടാകാം. മക്കളെ, എന്നെങ്കിലും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഈ നിമിഷത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കുക. ചിലപ്പോൾ ഒരുപാട് കടബാധ്യതയുടെ നടുവ് ജീവിക്കുന്ന പപ്പയും മമ്മിയുള്ള കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ. എത്ര ബാധ്യതയുണ്ടെങ്കിലും മക്കളെ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ നന്നായിട്ട് നോക്കുന്നില്ല കുഞ്ഞുങ്ങളെ. പക്ഷേ അവരുടെ സങ്കടങ്ങളെ ഓർത്ത് നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങളെന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഒന്ന് പ്രാർത്ഥിച്ചേ കുഞ്ഞു. നീ നിൻ്റെ അപ്പയ്ക്ക് വേണ്ടിയിട്ട്, നിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ദൈവസന്നിധിയിൽ നിന്ന് നീ കണ്ണുനീരോടെ കർത്താവിൻ്റെ സന്നിധിയിൽ അപ്പയ്ക്ക് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞെ, നീ പ്രാർത്ഥിക്കുന്ന ഈ സെക്കൻഡിൽ തന്നെ നിന്റെ അപ്പയും അമ്മയും എവിടെ ആയിരിക്കുന്നോ അവർ അനുഗ്രഹം പ്രാപിച്ചിരിക്കും. അവരനുഗ്രഹം പ്രാപിക്കും. മക്കൾ പ്രാർത്ഥിക്കുക. ഈശോയെ, എൻ്റെ മാതാപിതാക്കന്മാരെ ഒന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുക. ആമേ പറഞ്ഞേ. ആമേ പോരാ, ആമേ. ഇനി ഒന്ന് കണ്ണ് തുറന്നേ. ഞാൻ നിങ്ങൾക്ക് ഒരു 2 മിനിറ്റ് സമയം തരും കേട്ടോ. 2 മിനിറ്റ് സമയമാണ്. ഈ 2 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. നോട്ട്ബുക്ക് ഉണ്ടോ? ഇല്ല അല്ലേ? നോട്ട്ബുക്കില്ല, കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ് മക്കളെ. നിങ്ങൾ ഈ 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾ അപ്പൻ്റെയും അമ്മയുടെയും ഒരു 3 നന്മ, അതായത് ഇത്രയും വർഷത്തിനിടയിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ കൂടെ ജീവിച്ചിട്ട് നിങ്ങൾ അവരിൽ കണ്ടിട്ടുള്ള ഒരു 3 നന്മ ഒന്ന് വേഗത്തിലൊന്ന് കണ്ടുപിടിച്ചേ. ഞാൻ ചോദിക്കും, ഓരോരുത്തരോടും ഞാൻ വന്ന് ചോദിക്കും കേട്ടോ. ഇത്രയും വർഷത്തിനിടയിൽ നിങ്ങളെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള അപ്പൻ്റെ അമ്മയുടെയും ചില സ്വഭാവങ്ങൾ. ചിലപ്പോൾ അപ്പൻ്റെ അമ്മയുടെ ഒരു ചിരിയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു നല്ല സ്വഭാവമായിരിക്കാം. നിങ്ങൾ ടച്ച് ചെയ്തിട്ടുള്ള ആ ഒരു നന്മ ഒന്ന് കണ്ടെത്തിയ വേഗം. ഓക്കെ, കണ്ണ് തുറന്നോ കേട്ടോ. കണ്ണ് തുറന്നോ, ഒന്ന് നിവർന്നിരുന്നേ. ഓക്കെ, നിങ്ങളുടെ അപ്പനും അമ്മയ്ക്ക് നന്മയുണ്ടോ? ഇല്ല 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 ഇല്ല. ഉറപ്പാണോ? എന്തുണ്ടെന്നാ? എന്തുണ്ടെന്നാ? നന്മ ഉറപ്പാണല്ലോ. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. നിങ്ങൾ ആരുടെയെങ്കിലും ഒരാളെ നിങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള ഒരു നന്മ ഈ മുൻപിൽ വന്ന് ഇത്രയും കുട്ടികളുടെ മുമ്പിൽ പറയണം. ഓക്കെ, ഞാൻ നിന്നെ ആദ്യം വിളിക്കുക കേട്ടോ. എൻ്റെ പേരെന്തായിരുന്നു? ജിത്തു അല്ലേ? എത്രാം ക്ലാസ് പഠിക്കുന്നവന്? +1 അല്ലേ? ഓക്കെ, ജിത്തുവിന് അമ്മയെക്കുറിച്ച് അപ്പയെക്കുറിച്ച് നിന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കാര്യം കൂട്ടുകാരോടൊന്ന് പറയാമോ? മൈക്ക് വേണ്ട, മൈക്ക് എനിക്ക് അലർജിയാ. ഓക്കെ, ദൈവമേ ബോധം പോകുക. ഓക്കെ, നീ ഒരു കാര്യം മൈക്കിൽ അവരോടൊന്ന് പറഞ്ഞു. മൈക്ക് കിട്ടൂല, മൈക്ക് പിടിച്ചെടുത്തേക്കില്ല. ഓക്കെ, അവൻ പറഞ്ഞൊരു കാര്യം ഇതാണ്. എന്താണ്, പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം അവർ തുണയായിട്ടുണ്ടായിരുന്നു. അതായത് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ജീവിച്ചു, ജോലിക്ക് പോകുന്നു, ജീവിക്കുന്നു അല്ലേ? നമ്മളെല്ലാവരും മാതാപിതാക്കന്മാർ അങ്ങനെ തന്നെയല്ലേ? ആണോ അല്ലയോ? മിണ്ടത്തില്ല, ആണോ അല്ലയോ? ഓക്കെ, നല്ലൊരു കൈയ്യടി കൊടുക്കാം കേട്ടോ. ഓക്കെ, മോളെ വരാവോ? ഓക്കെ, മോളുടെ പേരെന്തായിരുന്നു? ഒന്ന് പറയാമോ? അമ്മേനെ പറ്റി, അമ്മ എല്ലാവരും എപ്പോഴും സഹായിക്കും. പിന്നെ അപ്പ എന്താവശ്യം പറഞ്ഞാലും എന്ത് തിരക്കുണ്ടെങ്കിലും മാറ്റി വെച്ച് ഞങ്ങളെ സഹായിക്കാൻ വരും. നല്ലൊരു കൈ കൊടുക്കാം കേട്ടോ, നന്നായിട്ട് കൈ അടിക്കണേ. ഓക്കെ മക്കളെ, മോനെ വരാവോ? ഓക്കെ, മോൻ്റെ പേരെന്തായിരുന്നു? മെഡോക്സ്. നല്ല പേരാ. ഓക്കെ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ആൺകുട്ടികൾക്ക് മൈക്ക് അലർജിയാണ്. ഓക്കെ, പറഞ്ഞോ. സ്നേഹം, പെരുമാറ്റം അല്ലേ? അതായത് നീ അങ്ങോട്ട് സ്നേഹമായ പെരുമാറ്റമാണോ? അല്ല അല്ലേ? ഓക്കെ, അവൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, സ്നേഹമായ പെരുമാറ്റം മാത്രം അല്ലേ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ എന്ത് മോശപ്പെട്ട കാര്യങ്ങൾ കാണിച്ചാലും, എന്ത് അനുസരണക്കേട് കാണിച്ചാലും അവരുടെ സ്നേഹം കുറയോ?
വാ തുറക്ക്. സ്നേഹം കുറയോ? സ്നേഹം കുറയോ? സ്നേഹം കുറയത്തില്ല. കാരണം എന്താ? അത് നമ്മുടെ അപ്പനും അമ്മയോ അല്ലേ? ഓക്കെ. ആ, ഇവിടെ ആരും വരും മോളെ വാ. ആ, ദൈവമേ, ശപിക്കാൻ വരുന്ന പോലെ വരുന്നേ. ആ വാ. മോളുടെ പേരെന്തായിരുന്നു? സെറിൻ. ആ, ഓക്കെ. അമ്മ വേണ്ടാന്ന് എന്ത് പറഞ്ഞാലും അപ്പ അത് വാങ്ങിച്ചോളാൻ പറയും. അപ്പ സപ്പോർട്ടാ. പിന്നെ അമ്മയാണെങ്കിലും എല്ലാവർക്കും വീട്ടിലേക്ക് എന്ത് വാങ്ങിച്ചല്ല, നാട്ടുകാർക്കാണ് കൂടുതലും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. വീട്ടിലേക്ക് വിറകാണെങ്കിലും എന്ത് കപ്പയൊക്കെ പറിച്ചു കഴിഞ്ഞാലും അത് ഏറ്റവും കൂടുതലും ഞങ്ങളുടെ വീട്ടിലേക്ക് എടുക്കണേക്കാളും കൂടുതൽ നാട്ടുകാർക്കും അമ്മയുടെ വീട്ടിലേക്കൊക്കെ കൊടുക്കണേ. ഓക്കെ, ഞാൻ ഒരാളെ കൂടി വിളിക്കാം കേട്ടോ. മോനെ വരാവോ? നീയാണ് ആ മനുഷ്യൻ. ഓക്കെ, ഞാൻ പറയത്തില്ല അല്ലേ? വാ, വന്നെ വരവ് വേണ്ട. ഓക്കെ, മോൻ്റെ പേരെന്താടാ? ക്രിസ്റ്റി. ആ, അല്ല, എത്രാം ക്ലാസ് പഠിക്കുന്നത്? +2. +2 എഴുതിയിരിക്കുകയാണോ? ഈ ആൺകുട്ടികൾക്ക് എല്ലാവർക്കും മൈക്ക് അലർജിയാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, നല്ല സ്വരത്തിൽ പറഞ്ഞു. ആ, സ്വരമൊന്നുമില്ല. ആ, പറഞ്ഞോ. ആ അല്ലേ? ഓക്കെ, നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കും അവർ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നമ്മൾ എന്ത് പറഞ്ഞാലും അവർ വാങ്ങിച്ച് തരിക എല്ലാമൊക്കെ ചെയ്യും അല്ലേ? ഓക്കെ, പോയിക്കോട്ടെ. നല്ലൊരു കൈയോട് കൊടുക്കാമേ. ഞാൻ വിളിക്കാതെ ചേട്ടാ എൻ്റെ അമ്മയെക്കുറിച്ച് എൻ്റെ പപ്പയെക്കുറിച്ച് എനിക്കൊരു പോസിറ്റീവായിട്ടൊരു കാര്യം പറയാനുണ്ട് ചേട്ടാ. അങ്ങനെ ആരോടെങ്കിലും ഉണ്ടോ ഇവിടെ? എനിക്ക് എൻ്റെ പപ്പയെക്കുറിച്ച് മമ്മിയെക്കുറിച്ച് ഒരു പോസിറ്റീവായ ഒരു കാര്യം. ആ വാ, കണ്ടോ മിടുക്കി. വാ. അമ്മ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. പിന്നെ അപ്പയാണെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരും. ഇപ്പം രാഷ്ട്രീയ കാര്യങ്ങളാണെങ്കിലും സമൂഹത്തിൽ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും അതന്നെ അപ്പ ഇതന്നെ അപ്പയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും. കൂടുതൽ സംശയം ചോദിക്കുമ്പോൾ ദേഷ്യം വരും, എന്നാലും പറഞ്ഞു തരും. അവസാനം പറയും ഇതാ പറയണ പത്രം വായിക്കണം, ബുക്ക് വായിക്കണം, അതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തരും കാര്യങ്ങൾ. പിന്നെ അപ്പം എല്ലാവരോടും നല്ല കമ്പനിയായിട്ട് വർത്താനം പറയും. എവിടെ ചെന്നാലും പരിചയക്കാരുണ്ടായിരിക്കും. നല്ലൊരു കൈ കൊടുക്കാം കേട്ടോ. ഓക്കെ, മക്കളൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളെ വീട്ടിൽ നിങ്ങളെ അമ്മ നന്നായിട്ട് ഫുഡ് വെക്കുമോ? ഫുഡ് സമയമായി ചേട്ടാ അല്ലേ? ഓക്കെ, ഫുഡ് വെക്കാറുണ്ടോ? ഓക്കെ, എൻ്റെ ചോദ്യം ഇതാണ്. നിങ്ങളെ വീട്ടിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഫുഡാണോ വെക്കുന്നത്, അതോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണോ വെച്ച് തരുന്നത്? നമ്മുടെ ഇഷ്ടം വെക്കാറുണ്ട് അല്ലേ? ഓക്കെ, എൻ്റെ ചോദ്യം ഇതാണ്. അങ്ങനെയെങ്കിൽ എല്ലാ ദിവസവും ഫുഡ് കഴിച്ചിട്ട്, നിങ്ങൾ പറഞ്ഞ് നല്ല ഫുഡാണ് വെക്കുന്നതെന്ന് പറഞ്ഞു, ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അമ്മേ ഫുഡ് സൂപ്പറാട്ടാ അങ്ങനെ പറയാറുണ്ടോ? പറയാറുണ്ടോ? ഉവ്വ അല്ലേ? നമ്മൾ ചിലപ്പോൾ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ, എരിവ് കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാക്കി വെച്ചൊക്കെ ഇത് എനിക്ക് വേണ്ടത് അങ്ങനെ നമ്മൾ പറയും അല്ലേ? ആ, അങ്ങനെ പറയും നമ്മൾ. കണ്ടോ മക്കളെ, എന്നും നമ്മൾ അമ്മയുടെ ഇഷ്ടങ്ങൾ കൂടി ഇടക്ക് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. നിങ്ങൾ പുറത്ത് ഔട്ടിങ്ങിന് പോകാറുണ്ട്, പുറത്ത് പോയി ഫുഡ് കഴിക്കാറുണ്ട്. മക്കളെ, എന്തെങ്കിലും നിങ്ങൾ ആ ഫുഡ് കഴിക്കാൻ വേണ്ടി ആ ഹോട്ടലിൽ കയറിയിട്ട് ടേബിളിലിരിക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ആ മെനു ഒക്കെ നോക്കും. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാം ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ്? മക്കളെ, ഇടയ്ക്കൊക്കെ ഒന്ന് ചോദിക്കണം കേട്ടോ. കാരണം ജീവിതത്തിൽ ഒരിക്കലും അമ്മയ്ക്ക് ഇഷ്ടമുള്ളതൊന്നും അമ്മ പറയാറില്ല. കാരണം അമ്മയുടെ ഇഷ്ടങ്ങളൊക്കെ പണ്ടേ മാറ്റിവെച്ചതാ. ചിലപ്പോൾ നിങ്ങൾ അമ്മയുടെ വയറ്റിൽ ഉരുവായ ആ നിമിഷത്ത് മുതൽ അമ്മ മാറ്റിവെച്ചതാ. ചിലപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി യാത്ര ചെയ്യുന്നതൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷേ നിങ്ങൾ വയറ്റിലായ സമയത്ത് ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കണം, യാത്ര ഒന്നും ചെയ്യരുത്. മക്കൾ അന്ന് മുതൽ അമ്മയുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ചു. അമ്മയ്ക്ക് ചില ഭക്ഷണമൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. പക്ഷേ നിങ്ങൾ വയറ്റിലായ സമയത്ത് ചില ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വയറ്റിൽ കിടക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അംഗവൈകല്യം സംഭവിക്കാം, മരണം വരെ സംഭവിക്കാം എന്ന് കണ്ട് അമ്മ തൻ്റെ ഇഷ്ടങ്ങളെല്ലാം, ഫുഡിൻ്റെ കാര്യത്തിലുള്ള ഇഷ്ടങ്ങളെല്ലാം അമ്മ അന്ന് മാറ്റിവെച്ചു. അങ്ങനെ മക്കളെ ശ്രദ്ധിച്ചേക്കണം കേട്ടോ. നിങ്ങൾ വയറ്റിലായ നിമിഷം മുതൽ അമ്മയുടെ ഇഷ്ടങ്ങളൊന്നുമില്ല അമ്മയുടെ ജീവിതത്തിൽ. മക്കളുടെ ഇഷ്ടം, ഭർത്താവിൻ്റെ ഇഷ്ടം, മറ്റുള്ളവരുടെ ഇഷ്ടം. കണ്ടോ മക്കൾ, നമ്മുടെ ഇടയ്ക്ക് ചോദിക്കണം അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് എന്താണ്, അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താണ്, അമ്മയുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഇടയ്ക്കൊന്ന് ചോദിക്കണം.
നല്ല ഒരു കുടുംബത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? അപ്പയും അമ്മയൊക്കെ ചേർത്ത് പിടിക്കണം. നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളാണ്, പക്ഷെ മുതിർന്ന് കഴിയുമ്പോഴൊക്കെ അവർ നമ്മളെ കൂടെ ഉണ്ടാകും. എൻ്റെയൊക്കെ ഏറ്റവും വലിയ ബലം എന്ന് പറഞ്ഞത് അപ്പയും അമ്മയൊക്കെ തന്നെയാണ്, അപ്പയും അമ്മയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. നമുക്കൊരു വചനം കൂടി കേൾക്കാം. എഫേസസ് ലേഖനം, അതിവിടെയല്ല കേട്ടാ, അൾത്താരപാല. ഓക്കെ, മക്കളെ ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഒരു വചനം ഇതാണ്, എഫേസസ് ലേഖനം 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങളാണ്. അവിടെ ഇങ്ങനെ പറയുന്നത്, കുട്ടികളെ കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ. കണ്ടോ? ഒന്ന് വലത് കൈ ഒന്ന് എത്തി പിടിക്കാവോ? നേരത്തെ ചെയ്തതുപോലെ മുട്ട് മടക്കാതെ നിവർത്തി, ആ തലകുമ്പിട്ടിരിക്കുന്ന ആളും കൂടി ചേർന്ന്. ഓക്കെ. എന്നിട്ട് സ്വരമുയർത്തി ഒരു 50 പേരുകൾക്ക് ഉറക്കെന്ന് പറഞ്ഞ്, കുട്ടികളെ, മക്കളെ വാ തുറന്ന് പറ, പട്ടികളെ അതല്ല വിളിച്ചത്, കുട്ടികളെ എന്നാ കേട്ടോ. അപ്പോൾ ഉറക്കെ പറഞ്ഞ് സ്വരമുയർത്തി പറഞ്ഞ്, കുട്ടികളെ കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ. കണ്ടോ? കൈ താഴെട്ടെ. ഇനി എൻ്റെ അടുത്ത ചോദ്യം ഇതാണ്, വചനം സത്യമാണോ? അല്ല, 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 അല്ല. എന്ത്? എന്താ? എന്താടാ? മൈക്ക് വേണ്ട, മൈക്ക് വേണ്ട. ഓക്കെ, എന്താ? അല്ലേ? എന്താ? ഞാൻ ഈ നാട്ടുകാരനല്ല കേട്ടാ, അല്ലേ? ഓക്കെ. വചനം, വചനം, വചനം സത്യമാണ്. എത്ര ശതമാനം സത്യമാണ്? 100. ഉറപ്പിച്ചോ? ഉറപ്പിച്ചോ? മാറ്റമില്ല? ഉറപ്പാണോ? ഒരിക്കലും മാറില്ലല്ലോ. ഓക്കെ. അങ്ങനെയെങ്കിൽ ഈ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, മക്കളെ, മാതാപിതാക്കന്മാരെ ബഹുമാനിച്ചാൽ ദീർഘായുസ് ലഭിക്കും. എൻ്റെ ചോദ്യം ഇതാണ്, ഈ ഭൂമിയിൽ ഏറ്റവും അധികം ആളുകൾ മരിക്കുന്നത് ദീർഘായുസ് പ്രാപിച്ചാണോ അല്ലയോ? ഇനി ദീർഘായുസ് എന്താണെന്ന് അറിയണോ? പ്രഭാഷകന്റെ പുസ്തകം 18-ാം അധ്യായം 9-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചാൽ അത് ദീർഘായുസാണ്. കണ്ടോ? വചനം പറയുക. എൻ്റെ ചോദ്യം മനസ്സിലായോ? 100 വയസ്സ് വരെ എത്തിയിട്ടാണോ എല്ലാവരും മരിക്കുന്നത്? വാതുറക്ക്. ആണോ? വചനം പറയുക. എന്താ പറഞ്ഞേ? നീ അപ്പനും അമ്മയും ബഹുമാനിച്ചു കഴിഞ്ഞാൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാകും. നീ അപ്പനും അമ്മയും ബഹുമാനിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നന്മയുണ്ടാകും, നിന്റെ പഠനത്തിൽ നന്മയുണ്ടാകും, നിന്റെ ഭാവിയിൽ നന്മയുണ്ടാകും. എന്നിട്ട് പറയുക, വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ, നീ അത് ചെയ്താൽ ഇത് സംഭവിക്കും. നീ അപ്പനെ അമ്മയെ അനുസരിച്ചാൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാകും, നിന്റെ ജീവിതത്തിൽ നന്മയുണ്ടാകും. വാഗ്ദാനമാ, മാറ്റമില്ലാത്ത വാഗ്ദാനമാ. ഉണ്ടോ? അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ ഏറ്റവും അധികം ആളുകൾ ദീർഘായുസെത്താതെ മരണപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ പല കാരണങ്ങളുണ്ടാകാം. പക്ഷെ ഒരു കാരണം മാതാപിതാക്കന്മാരെ കണ്ണുനീരായി മാറും. നമുക്കെല്ലാവർക്കും എഴുതിട്ടേക്കാം. ഒന്ന് കണ്ണുകളടച്ച എല്ലാവരും, പ്ലീസ്. കണ്ണുകളടച്ച് എല്ലാവരും കണ്ണുകളടച്ച് ഒന്ന് കൈകളൊന്ന് കൂപ്പിയേ. ഈ 1-2 കാര്യങ്ങൾ, ഒന്ന് കാലുകളൊന്ന് അടുപ്പിച്ച് വെച്ചേ. ചേട്ടൻ പറഞ്ഞില്ലേ, ചില ആളുകളുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ പറയാൻ പറ്റും എത്ര ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥനയെ സമീപിക്കുന്നത്. മുൻപിലുള്ള കസേരയിൽ കൈവെക്കണ്ട. ആ കൈകളെടുത്ത് നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, നെഞ്ചോട് ചേർത്ത് വെച്ച്, കണ്ണുകളടച്ച്, കണ്ണുകളടച്ച്. മക്കളെ, ഒരിക്കൽ കൂടി നമ്മുടെ അപ്പയുടെ അമ്മയുടെ മുഖം ഒന്ന് ഓർക്കാം. ഈ മണിക്കൂറിൽ നമ്മൾ കേട്ട കാര്യം, മാതാപിതാക്കന്മാരെ സ്നേഹിക്കുക. എൻ്റെ കുഞ്ഞ്, നിനക്ക് കാണാൻ പറ്റുന്ന
നിന്റെ അപ്പനെയും നിന്റെ അമ്മയും നിനക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാ കാണാൻ പാടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും പറ്റുന്നത്? ഈ ഭൂമിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ദൈവമാണ്, മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാൻ പറ്റുന്ന ദൈവമാണ്, ഒന്ന് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുന്ന ദൈവമാണ്, ചോറ് വാരിത്തരുന്ന സ്നേഹമാ എൻ്റെ അപ്പനും എൻ്റെ അമ്മയും. എന്നെ നടക്കാൻ പരിശീലിപ്പിച്ച സ്നേഹം, എന്നെ കൈപിടിച്ച് നടത്തിയ സ്നേഹം, ഇതെല്ലാം എൻ്റെ അപ്പനും അമ്മയും ആദ്യത്തത്. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. മകളെ, ഈ നിമിഷങ്ങളിൽ ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മൾ നമ്മുടെ മാതാപിതാക്കന്മാരൊക്കെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് കൂട്ടുകാരെ ഒന്നും നോക്കണ്ട കേട്ടോ, ആരെ ശ്രദ്ധിക്കണ്ട. കാരണം നീ ഇപ്പോൾ ഈശോയുടെ സന്നിധിയിലാ. മക്കളെ, ഈ സമയങ്ങളിൽ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ജീവിച്ചിരിക്കുമ്പോ അപ്പന്റെ അമ്മയുടെ മുഖം മാത്രം മനസ്സിലാക്കാൻ സ്നേഹിക്കു നീ മാതാപിതാക്കളെ എന്നും. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കട്ടെ. ജീവിച്ചിരിക്കും അപ്പന്റെ അമ്മയുടെ മുഖം ശ്രദ്ധിച്ച് കഴിഞ്ഞ മണിക്കൂറിലൊക്കെ കഴിഞ്ഞ നാളുകളൊക്കെ അവരെ വേദനിപ്പിച്ചു പോയ ഓരോ കാര്യങ്ങൾ ഓർക്കാം. മാതാപിതാക്കളെ എന്നും നിനക്കായി ജന്മം നൽകിയോരല്ലേ, നിനക്കായി ജന്മം നൽകിയോരല്ലേ, വേദനിപ്പിക്കരുതേ അവരെ. നിനക്കായി ജന്മം നൽകിയോരല്ലേ, വേദനിപ്പിക്കരുതേ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കട്ടെ. കുഞ്ഞുങ്ങളെ, കുറവുകൾ ധാരാളമുള്ളവരായിരിക്കാം, ആരോഗ്യമൊക്കെ ക്ഷയിച്ചവരായിരിക്കാം. മക്കളെ, ഈ നിമിഷങ്ങൾ തീരുമാനമെടുക്കാം. ആരോഗ്യം ക്ഷയിച്ചവരായിരിക്കാം. നോക്കിയ മക്കളെ, കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് ആരോഗ്യമൊക്കെ ക്ഷയിച്ചു പോയി. എപ്പോഴും നമ്മൾ അപ്പന്റെ അമ്മയുടെ കുറവുകൾ നോക്കി നടക്കാറില്ല. അധികപ്പറ്റാണെന്ന് ചൊല്ലി നീ ഒരു നാൾ വേദനിപ്പിക്കരുതേ അവരെ. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കു നീ മാതാപിതാക്കളെ എന്നും. കണ്ണുകളടച്ച് മക്കളെ, സമയങ്ങളൊന്ന് ഓർത്ത് നോക്കിയ മക്കളെ, ചിലപ്പോഴൊക്കെ നമ്മൾ പറയുന്ന ചില വാക്കുകൾ അവർ നെഞ്ചു തന്നെ തകർന്നു പോകുന്നുണ്ട്. ഇന്നലെ വരെയും അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെയും നീ അപ്പയോട് അമ്മയോട് പറഞ്ഞ ചില വാക്കുകളൊക്കെ ഇല്ലേ, ചിലപ്പോൾ ചില കുഞ്ഞുങ്ങളൊക്കെ പറയും, തള്ളേ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക കേട്ടോ, എൻ്റെ കാര്യം എനിക്കറിയാം നോക്കാനായിട്ട്. ചിലർ പറയും, ഞാൻ ഈ തള്ളയുടെ വയറ്റിൽ തന്നെ ജനിച്ചു പോയല്ലോ, ഈ മാതാപിതാക്കന്മാർക്കല്ല ഞാൻ ജനിച്ചു പോയത്, ഈ കുടുംബത്തിലാണെന്നല്ലോ ഞാൻ ജനിച്ചു പോയത്. അങ്ങനെയൊക്കെ ഓർത്ത് മാതാപിതാക്കന്മാരെ സങ്കടപ്പെടുത്തുന്ന ചില കുഞ്ഞുങ്ങളുണ്ട്, മാതാപിതാക്കന്മാരോട് സംസാരിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്. മക്കളെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, പലപ്പോഴും എൻ്റെ സംസാരങ്ങൾ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ചങ്ക് തകർക്കുന്നതായി മാറിയിട്ടുണ്ട്. ഈശോയെ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സമ്പത്തില്ലാത്തവരായിരിക്കും, സൗന്ദര്യം കുറഞ്ഞവരായിരിക്കാം, സമ്പത്തില്ലാത്തവരായിരിക്കാം, സൗന്ദര്യം കുറഞ്ഞവരായിരിക്കാം. നെഞ്ചകം മുറിയുന്ന വാക്കു നീ ചൊല്ലി വേദനിപ്പിക്കരുതേ അവരെ. ജീവിച്ചിരിക്കുമ്പോ സ്നേഹിക്കു നീ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കട്ടെ കുഞ്ഞുങ്ങള്. മാതാപിതാക്കളെ എന്നും. കണ്ണുകളടച്ച് രണ്ട് കൈകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് മക്കളെ, ഇന്ന് ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റണം. ഇന്ന് ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റണം. എൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ അപ്പയും അമ്മയെ സങ്കടപ്പെടുത്തുന്ന ഒരു പെരുമാറ്റം ഉണ്ടാകത്തില്ല.
അത് ഞാൻ എത്ര വലുതായാലും ഏതവസ്ഥയിലെത്തിയാലും ഞാൻ കാരണം ഒരിക്കലും എൻ്റെ അപ്പൻ്റെയോ എൻ്റെ അമ്മയുടെയോ കണ്ണു നിറയത്തില്ല. അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റണം കുഞ്ഞെ. കാരണം അറിയോ, നമ്മൾ ചില തീരുമാനങ്ങൾ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ ഉയർത്തും. കർത്താവ് ഉയർത്തും, കർത്താവ് ഉയർത്തും മക്കളെ. നമ്മൾ ചില കാര്യങ്ങൾക്ക് വില കൊടുത്തു കഴിഞ്ഞാൽ, ഇന്ന് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് കുറച്ച് വളർന്ന് വലുതായി കഴിയുമ്പോൾ അപ്പനും അമ്മയൊക്കെ മാറ്റി നിർത്തുക. അവർ പറയുന്ന വാക്കുകൾക്ക് പ്രാധാന്യമില്ല, അവരുടെ ഉപദേശങ്ങൾക്ക് പ്രാധാന്യമില്ല. എല്ലാം ഫ്രണ്ട്സാണ്, അപ്പനും അമ്മയും പഴഞ്ചന്മാരാ. പക്ഷെ അങ്ങനെയല്ല മക്കളെ, ആ പഴമക്കാരുടെ വാക്കുകൾ കേൾക്കുമ്പോഴും നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറും. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നമുക്ക് നമ്മെ തന്നെ ആശീർവദിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് ഈശോ മിശിഹായിക്ക്. ഒന്ന് സന്തോഷത്തോടെ അടുത്തിരിക്കുന്നവർക്ക് ഒന്ന് സ്തുതി ചൊല്ലിയേ. ഇനി ആ കൂട്ടുകാരൻ്റെ ഒന്ന് കൈ ഒന്ന് കയറി പിടിച്ചേ, ഷെയ്ക്കൻ്റെ കൊടുത്തേ. ഞാൻ പറയാതെ കൈ വിടരുത്. എന്നിട്ട് ആ കൂട്ടുകാരൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയേ, ആ കൂട്ടുകാരൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയേ. എന്നിട്ട് പറഞ്ഞ്, നീ ഒരിക്കലും നിനക്ക് ദൈവം തന്ന മാതാപിതാക്കന്മാരെ സങ്കടപ്പെടുത്തരുത്. എപ്പോഴും അവരെ സന്തോഷിപ്പിക്കാൻ നോക്കണേ. ദൈവാനുഗ്രഹം നേടാം. ഓക്കെ, ഇരിക്കാം.